എല്ലാവർക്കും റെസിപ്പി റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് നല്ല മുരുമുരാന്നിരിക്കുന്ന ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മളിവിടെ അത്യാവശ്യം വലിയ ക്വാണ്ടിറ്റി തന്നെ ചെയ്യുന്നുണ്ട്. ഒരു 30ഓളം ചിക്കൻ റോൾ കിട്ടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ടൊരു മീഡിയം സൈസ് 5 സവാള നൈസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 250 ഗ്രാം ചിക്കൻ വേവിച്ചിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 8 പച്ചമുളക് നന്നായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ മസാലയ്ക്കായിട്ട് എടുക്കുന്നത്. ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ചിക്കൻ മിൻസ് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് മസാല പെട്ടെന്ന് തയ്യാറാക്കാം. നമ്മൾ മസാല റെഡിയാക്കുന്ന ചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള കുക്കിംഗ് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും സംഭവങ്ങൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന ഉടനെ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മുഴുവൻ സവാളയും അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലിനി സമയമെടുക്കുന്നത് ഈ സവാള ഒന്ന് വഴന്ന് വരുന്നത് മാത്രമാണ്. നമുക്കിത് പെട്ടെന്ന് സവാള വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. പിന്നെ ഈ ബാക്കി വരുന്ന എല്ലാ സംഭവങ്ങളും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ അത്യാവശ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഒരുപാട് ആവാത്ത രീതിയിൽ, ഫ്ലേവർ മാറാത്ത രീതിയിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല ഓപ്ഷണലാണ്. ഒന്നുകിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടി ഐറ്റംസൊക്കെ ഒന്ന് റോസ്റ്റായി വന്ന ഉടനെ തന്നെ നമുക്ക് മിൻസ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ റോളിനുള്ള മസാല ഫില്ലിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചിക്കനും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒരു 10 മിനിറ്റ് ഒന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കുക. 10 മിനിറ്റ് 5 മിനിറ്റ് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. മസാല ഓൾമോസ്റ്റ് റെഡിയായി. പിന്നെ നമുക്കിതിന് ഒരു ബാറ്റർ റെഡിയാക്കണം. ദോശ ചുട്ടെടുത്തിട്ടാണ് നമ്മളിതിന് റോള് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനൊരു 3 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു റണ്ണിങ് കൺസിസ്റ്റൻസിയിൽ വരുന്നത് വരെ നമ്മളിതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസാവുന്ന പരുവത്തിൽ വേണം നമ്മൾ ദോശ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഈ ബാറ്റർ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ കുഞ്ഞു കുഞ്ഞു ദോശകൾ ചുട്ടെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ചെറിയൊരു പാനാണ്. അതിൽ തന്നെ നമുക്ക് കുട്ടി കുട്ടി ദോശകൾ ചുട്ടെടുത്തിട്ട് ആണ് നമ്മളിത് റോൾ ചെയ്യുന്നത്. ഒരേ സമയം നമ്മൾ ദോശ തയ്യാറാക്കാൻ വേണം. അതുപോലെ തന്നെ ഇതിൻ്റെ ചൂടാറുന്നതിന് മുന്നേ നമ്മൾ ഈ ഒരു രീതിയിൽ റോൾ ചെയ്യാൻ വേണം കേട്ടോ. ദോശയുടെ ഒരറ്റത്ത് നമുക്ക് മസാല ഇട്ട് 2 വശത്തു നിന്നൊന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഞാനൊരു 4ഓ 5ഓ റോൾസ് ഉണ്ടാക്കി കാണുന്ന സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതി മനസ്സിലാകും. ആദ്യം ഒരു വശത്തു നിന്ന് ഫോൾഡ് ചെയ്ത് പിന്നെ 2 വശത്തേക്കും ഒന്ന് മടക്കി ഇതിനെ മുഴുവനായിട്ട് റോൾ ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് തന്നെ ഒരുപാട് കുക്കാവാത്ത രീതിയിലുള്ള ദോശ ആയതുകൊണ്ട് ഇതങ്ങ് ഒട്ടിപ്പിടിക്കും കേട്ടോ. ഈ ഒരു രീതിയിൽ മുഴുവനായിട്ട് കുക്കാവുന്നതിന് മുന്നേ നമ്മൾ ദോശ ചുട്ടെടുക്കണം. എന്നെങ്കിൽ മാത്രമേ ഇതുപോലെ റോളാവുമ്പോൾ ഒട്ടിപ്പിടിക്കുള്ളൂ. അല്ലെങ്കിൽ എക്സ്ട്രാ മൈദയൊക്കെ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കേണ്ടിയായിട്ട് വരും. പല രീതിയിൽ റോൾ ചെയ്യാം. ഞാൻ ഈ റോൾ ചെയ്യുന്ന പല രീതികളും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാനൊരു 3ഓ 4ഓ ഒരു ടൈപ്പിൽ ഈ റോളുകൾ ഇങ്ങനെ ചെയ്തെടുക്കാറുണ്ട്. അങ്ങനെ ഞാനിവിടെ മുഴുവൻ റോളുകളും ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരേ സമയം ദോശ ചുട്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് നിന്ന് നമ്മൾ ഇത് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ദോശ ഒരുപാട് കുക്കാവരുത് എന്നുള്ളത് പോലെ തന്നെ നമ്മൾ റോൾ ചെയ്യുന്നതിന് മുന്നേ ദോശയുടെ ചൂടും മാറരുത് എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. എന്നെങ്കിൽ മാത്രമാണ് നമുക്കിത് എക്സ്ട്രാ മൈദയൊന്നും ആഡ് ചെയ്യാതെ ഒട്ടിച്ച് കൊടുക്കാതെ നമുക്കിത് ദോശ ഒട്ടിക്കിട്ടുള്ളൂ. ഞാൻ കാണിച്ചിട്ടുള്ള ഏതൊരു രീതിയിൽ വേണമെങ്കിലും നമുക്കിത് റോള് ചെയ്തെടുക്കാം. പിന്നെ ഇതൊന്ന് ബ്രെഡിൽ കോട്ട് ചെയ്തെടുക്കുക, ഫ്രൈ ചെയ്യുക. എത്ര പണി മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്
ദോശ ഒരുപാട് കുക്കാവരുത് എന്നുള്ളതാണ്. ദെൻ ഇത് നമുക്ക് കോട്ട് ചെയ്തെടുക്കാനുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മൈദ എന്നൊരു 3 ടീസ്പൂൺ മൈദ ബാറ്റർ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മളൊരു 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുക. ഒന്നുകിൽ 2 ടീസ്പൂൺ മൈദ അല്ലെങ്കിൽ 2 ടീസ്പൂൺ കോൺഫ്ലോർ, ഏതെങ്കിലും ഒരെണ്ണം ഒരു ലേശം ഇതിലേക്ക് ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ എഗ്ഗിൻ്റെ യൂസേജ് കുറയ്ക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, റോള് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് റെഡിമെയ്ഡ് കിട്ടുന്ന ക്രംസാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ബ്രെഡിൻ്റെ ക്രംസ് അല്ല, ഇത് റസ്കിൻ്റെ ക്രംസാണ്. രണ്ടും ടേസ്റ്റ് വൈസ് നല്ല ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ആ ബാറ്ററിലേക്ക്, എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ഡിപ്പ് ചെയ്യുക, ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ കോട്ട് ചെയ്തെടുക്കുക. ഈ ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അതും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രംസ് ബാക്കിയിരിക്കുന്നത് കട്ട പിടിക്കാതെ നമുക്ക് ത്രൂ ഔട്ട് യൂസ് ചെയ്ത് പോകാം. അങ്ങനെ ഞാനിവിടെ ഓൾമോസ്റ്റ് എല്ലാം പെട്ടെന്ന് തന്നെ ഇങ്ങനെ റോൾ ചെയ്ത് കോട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റായിരുന്നു. ഈ 2 എഗ്ഗും ഈ ഒരു ബാറ്ററും കൂടിയിട്ട് ഈ ലൂസായിട്ടുള്ള ഒരു ബാറ്ററായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. അതിനേക്ക് ആവശ്യത്തിന് ലേശം വെള്ളവും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മുഴുവൻ റോൾസും ഇതുപോലെ റോൾ ചെയ്ത് വെക്കാം. ഇത് നമുക്ക് കുറേ സമയം പുറത്ത് വെക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കേട്ടോ. ഞാനിത് രാവിലെ ഒരു 11 മണിക്ക് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനിത് ഫ്രൈ ചെയ്യുന്നത് ഈവനിങ് ആണ് കേട്ടോ. അത് ഈ ഒരു ടൈപ്പ് കോട്ടിങ്ങിൻ്റെ ഒരു മെച്ചാണ്. അങ്ങനെ നല്ല വിട്ട് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് മുഴുവൻ റോൾസും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ലാസ്റ്റ് നമ്മുടെ ചിക്കൻ റോളിൻ്റെ ഒരു ഔട്ട്കം ഇങ്ങനെയായിരുന്നു കേട്ടോ. ഒരു മീഡിയം ബ്രൗൺ കളറിലായിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്.